അരിക്കൊമ്പൻ്റെ കേസിലൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ഫാമിലി അവൻ്റെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഒരു അല്ല സ്വാഭാവികം കേട്ടോ. ഞാനിതിനെ കുറ്റം പറയല്ല. ഞാനതിനെ എന്താ പറയുക, ആനിമൽ ലവേഴ്സിനെ ഞാൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു വ്യക്തി. കാരണം എന്താ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്നത്തെ സമൂഹത്തിൽ അന്യോന്യം വെറുക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഒരു വേറെ സ്പീഷീസിന് വേണ്ടി അവർക്ക് അത്ര എമ്പത്തറ്റിക് ആവാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഞാനതിനെ വളരെ പോസിറ്റീവായിട്ടാണ്. പക്ഷേ അത് റാഷണലും സയൻറ്റിഫിക്കും ആണ്. ഓക്കെ, അല്ലാണ്ട് നമുക്ക് അന്ധമായിട്ട് ഒരു പാഷൻ വെക്കുകയും നമ്മളതിനെ ഇത് ചെയ്യുന്നതും ഒരു 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 അപ്രോപ്രിയേറ്റ് അല്ല. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ വരാം, അത് ആ പോയിന്റിലേക്ക് ഞാൻ വരാം. അപ്പം ഒരു സെയിം റൈറ്റ് ഹേർഡിൻ്റെ പ്രശ്നം, ബുള്ളിൻ്റെ പ്രശ്നം. അപ്പോൾ ബുള്ള് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കൊരു എലഫൻറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഒരു യൂണിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളൊരു ഹ്യൂമൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, കുട്ടികൾ, റൈറ്റ്? ആ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഒരു മദറും അതിൻ്റെ കാഫുകൾ, സിംഗിൾ യൂണിറ്റ്. ഇതിൻ്റെ കോൺട്രിഗേഷനാണ് ഹേർഡ് എന്ന് പറയാം, കൂട്ടം എന്ന് പറയാം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കൂട്ടം വളരെ ഡൈനാമിക്കാണ്. ഓക്കെ, അതിനകത്തൊരു ലീഡിങ് ഫീമെയിൽ ഉണ്ടാവും, മെട്രിയാക്ക് എന്ന് പറയും. ഓക്കെ, ആൻഡ് ഷീ ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഫീമെയിൽ. ഏറ്റവും വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അവൾക്കറിയാം എവിടെയാണ് റിസോഴ്സ് എന്നുള്ളത്. ഈ ഗ്രൂപ്പിനെ കംപ്ലീറ്റ് ലീഡ് ചെയ്യുന്നത് അവളാണ്. വെള്ളം എവിടെയുള്ളതെന്ന് അവൾക്കറിയാം. ഏറ്റവും കൂടുതൽ ബ്രീഡ് ചെയ്യുന്നതും ഈ ഫീമെയിലാണ്. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫീമെയിൽ. ഓക്കെ, ഈ മെട്രിയാർക്ക്, അപ്പോൾ ഈ മെട്രിയാർക്കിൻ്റെ മക്കളുണ്ടാവും, ആണ്ടുണ്ടാവും, അനിയത്തിമാരുണ്ടാവും. അങ്ങനെ ഇവർ ചേർന്നൊരു ഗ്രൂപ്പാണ് ആക്ച്വലി ഒരു എലഫൻറ്റ് ഹേർഡ് എന്ന് പറയുന്നത്. അതിനകത്ത് ബുൾസ് ഇല്ല. ബുൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇമാജിൻ, അതിനകത്ത് ഹേർഡിൽ ഒരു മെയിൽ കാഫ് ഉണ്ടാവുന്നു. ഒരു മെയിൽ കാഫ്, അപ്പോൾ ആലോചിക്കാം, എലഫൻ്റെ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ 20-22 വർഷമാണ്. ഓക്കെ, അപ്പോൾ ഈ എലഫൻറ്റ് കാഫ് ഉണ്ടാവുന്നു, അത് വളർന്നു വന്നു. ഒരു കാഫ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 1 വയസ്സ് വരെയാണ്. 5 വരെ നമ്മൾ ജുവനൈൽ എന്ന് പറയും. ജുവനൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ശൈശവം എന്ന് പറയാൻ തോന്നുന്നു, അല്ലേ? കൗമാരം. എക്സാക്ട്, കൗമാരം. ശൈശവമല്ല, കൗമാരം. ശൈശവം ഇത് കൗമാരം. അത് കഴിഞ്ഞ് സബ് അഡൽട്ട് സ്റ്റേജിലേക്ക് കയറുന്നു. അത് കഴിഞ്ഞ് അഡൽട്ട് സ്റ്റേജിലേക്ക് കഴിഞ്ഞു 10-14 സെക്ഷൽ മെച്യൂരിറ്റി ഒക്കെ ആയി കഴിഞ്ഞാൽ 10-14 വയസ്സുമ്പോൾ സെക്ഷൽ മെച്യൂരിറ്റി ആവും. ആദ്യത്തെ മതം പൊട്ടും, മൊഡാമസ് എന്ന് പറയും. അതൊരു അഡൽട്ട് ബുള്ളായിട്ട് മാറുകയാണ്. അപ്പോഴത്തേക്ക് ഈ ഇതിനെ കൂട്ടം ഓടിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും നിൽക്കാൻ പാടില്ല. നിന്ന് കഴിഞ്ഞാൽ ഇൻബ്രീഡിങ് ഉണ്ടാവും. ഓക്കെ, ഈ ജനിതകമായിട്ട് അവർ അടുത്ത ഇതെല്ലാം സിബ്ലിങ്സും കണക്റ്റഡ് റിലേറ്റീവ്സും ആയിരിക്കും, നെഫ്യൂസ്, അങ്ങനത്തെ ഇതായിരിക്കും. അപ്പോൾ ഇതിനൊരിക്കലും നിർത്തില്ല. അപ്പോൾ ഇതിനെ മാറ്റി ഒരു 10 വയസ്സാകുമ്പോഴേക്ക് തന്നെ, 10 ഒരു 8 വയസ്സാകുമ്പോഴേക്ക് തന്നെ ഇയാൾ മെല്ലെ പുഷ് ചെയ്ത് ഇപ്പോൾ ഇയാളിങ്ങനെ ഇതിൻ്റെ സർക്കംഫറൻസിൽ നടക്കും, ചുറ്റും ഇങ്ങനെ നടക്കും. പിന്നെ അതിങ്ങനെ നീണ്ടു പോയി എളുപ്പം. ആ സമയത്ത് ഇവർ ചെറിയ പിള്ളേർ തമ്മിൽ ചെറിയ ഗ്യാങ് ഉണ്ടാക്കും. അങ്ങനെ ബോയ്സ് സ്കൂൾ എന്ന് പറയും നമ്മൾ. ഓക്കെ, അപ്പോൾ അതും വളരെ ട്രാൻസിയൻ്റാണ്. അത് കഴിഞ്ഞ് വിട്ടുപോകും. അങ്ങനെ ഒരു ഫുൾ അഡൽട്ട് ആയിക്കഴിഞ്ഞാൽ അയാൾ പിന്നെ ഇൻഡിപെൻഡൻ്റ് ആണ്. അയാൾ പിന്നെ ഇതുമായിട്ട് ഹേർഡിൻ്റെ ഭാഗമാവുന്നില്ല. അങ്ങനെ ഒരു ഫസ്റ്റ് മസ്ത് വന്നു, സെക്കൻഡ് മസ്ത് വന്നു. മസ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഇതൊരു പത്തോളജിക്കൽ കണ്ടീഷനല്ല, അതിൻ്റെ ഒരു നാച്ചുറൽ കണ്ടീഷനാണ്. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ മസ്ക് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എൻലാർജ് ചെയ്യും. ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ, മെയിൽ ഹോർമോൺ, അതായത് ആണുങ്ങളുടെ ഹോർമോൺ ഹൈ ആവും. അതുകൊണ്ട് തന്നെ ബിഹേവിയർ ചേഞ്ച് ഉണ്ടാവും. ആനിമലിന് പേടി നഷ്ടപ്പെടും. ആനിമൽ ഭയങ്കര അറ്റാക്കിംഗ് ആയിരിക്കും. ഇതന്നെ വെള്ളം ഇതിനകത്ത് ബോഡിയിലൊക്കെ സംഭരിക്കപ്പെടും. പൊട്ടാസ്യം ചാനൽസിലൊക്കെ വ്യത്യാസം വരും. നല്ല ഗ്ലോ ചെയ്യും. ഈ സമയത്ത് ആണ് ശരിക്കും മസ്ത് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ കാണുന്നത് ഇത് മെയ്റ്റിംഗ് ആയിട്ട് അല്ല. മസ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരം എവല്യൂഷണറി പ്രോസസ്സാണ് എലഫൻസിൽ നടക്കുന്നത്. പലപ്പോഴും റെക്കോർഡ് ചെയ്തിട്ടില്ല. വി പുട്ട് ദ ഹൈപ്പോത്തസിസ് ബേസിക്കലി. ഒന്ന്, ഈ ഫീമെയിൽ കൂട്ടത്തിൽ നമ്മളൊരു ഇൻക്ലൂസീവ് ഫിറ്റ്നസ് എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ പരസ്പര സഹായത്തിന് മുകളിൽ ഒരു ഗ്രൂപ്പാണ്. ഒരു ഫീമെയിൽ പ്രസവിക്കുമ്പം മറ്റേ ഫീമെയിൽ അതിനെ അറ്റൻഡ് ചെയ്യുന്നു. ഒരു ടൈഗർ അറ്റാക്ക് ഉണ്ടാകുമ്പം എല്ലാവരും കൂടെ നിന്ന് അതിൻ്റെ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഒരു ഇൻക്ലൂസീവ് ഫിറ്റ്നസ് ആണ്. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫിറ്റ്നസ് അല്ല, മൊത്തം ഒരു ഗ്രൂപ്പിൻ്റെ ഫിറ്റ്നസ് ആണ് ഇൻക്ലൂസീവ് ഫിറ്റ്നസ്. ബുൾസിൽ അങ്ങനെയല്ല. ബുൾസിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ദേ ഫൈറ്റ് ഈച്ച് അതർ. ഈ മസ്തിൻ്റെ സമയത്ത് ദേ ഫൈറ്റ്. ഓക്കെ, ഫൈറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഫീമെയിൽസിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫീമെയിലാണ് സെലക്ട് ചെയ്യുന്നത്. സെക്ഷൽ സെലക്ഷൻ എന്ന് പറയും ഇതിന്. അത് ഫീമെയിലാണ് ബുള്ളിനെ സെലക്ട് ചെയ്യുന്നത്, അല്ലാണ്ട് മെയിലല്ല ബുള്ളിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഫീമെയിൽ സെലക്ഷൻ ആണ് ഞാൻ പറയാം. വളരെ അത്ഭുതകരമായൊരു സംഭവമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഷീസ് ഇൻവെസ്റ്റിംഗ് ഒത്തിരി എനർജി ഇതിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആലോചിക്കുക, 22 മാസം പ്രഗ്നൻസി, ഒരു 10 വർഷമാണ് ഒരു കാഫിൻ്റെ മുകളിൽ ഒരു ഫീമെയിൽ സ്പെൻഡ് ചെയ്യുന്നത്. അവളെ എനർജി, അവളെ ടൈം, അവളെ ലൈഫ്, എവറിത്തിങ്. അതുകൊണ്ട് തന്നെ ഷീ വാണ്ട് ടു സീ ദാറ്റ് ഹർ ബേബി ഷുഡ് ബി ദ പെർഫെക്റ്റ്. സോ ഷീ ഈസ് സെലക്ടിങ് ബെസ്റ്റ് ബുൾ.
ദാറ്റ്സ് എ ഫീമെയിൽ സെലക്ഷൻ. ശരിക്കും പറഞ്ഞാൽ ഫെമിനിസം ഏറ്റവും കൂടുതൽ നടക്കുന്ന ആനകളിലാണ്, റൈറ്റ്? സോ ഷീ ഈസ് സെലക്ടിങ് ദ ബെസ്റ്റ് ബുൾ. അപ്പോൾ ബുള്ള് മസ്തായി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവിടെ ബെസ്റ്റ് ബുള്ള് അവിടെ ഉണ്ടാവും. ഇത് നല്ല തലയെടുപ്പുള്ള നല്ല നല്ല ക്വാളിറ്റി, നല്ല ടസ്കൊക്കെ അതിൻ്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ഇത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരിതാണ്. ഫെറമോൺസിൻ്റെ സ്മെല്ലും ഒക്കെ ഇതിൻ്റെ ബാധകമുണ്ട്. അപ്പോൾ ഇയാളുണ്ടാവും. അപ്പോൾ ഇയാൾ മെല്ലെ ഇയാൾക്ക് മസ്താണ്. അപ്പോൾ ഇയാൾ വന്ന് കയറുന്ന സമയത്ത് ഇവരും ഒരു ഇൻഫൈറ്റ് ഉണ്ടാവും, ഡെത്ത് ഉണ്ടാവും. വ്യാപകമായിട്ട് കഴിഞ്ഞ വർഷം തന്നെ 14-15 ഇൻഫൈറ്റ് ഡെത്ത് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു. ഫൈറ്റ് ചെയ്തിട്ട് ഹാർട്ടിലേക്ക് കുത്തിക്കയറ്റും, കൊമ്പ് കുത്തിക്കയറ്റും, ദേ ഡൈ ആസ് വെൽ. ഓക്കെ, നാച്ചുറലാണിത്. അപ്പോൾ പലപ്പോഴും ഈ ഇൻഫൈറ്റ് കേസാണ് ആൾക്കാർ പറയുന്നത് പോയി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കോൺഫ്ലിക്റ്റ്, ഇതൊരു നാച്ചുറൽ പ്രോസസ്സിൽ നമ്മളെങ്ങനെ ഇൻവോൾവ് ചെയ്യാമെന്നുള്ളത് അത് കം ടു ദ പോയിന്റ് ലേറ്റർ. അപ്പം അങ്ങനെ വരുന്നു. പക്ഷേ ഇവൻ ആസ് ടൈം ഗോസ് ഓൺ ഇവൻ വലുതായി വരുന്നു. ഇവൻ്റെ വിഗർ കൂടി വരുന്നു. ഫൈനലി ഹി ബിക്കം ബിഗ് ബുൾ ആൻഡ് ഹീറ്റുള്ള ഫീമെയിൽ സെലക്ട് ചെയ്യുന്നു, മീറ്റിംഗ് നടക്കുന്നു. ഇതാണ്. അപ്പോൾ ബുള്ള് എന്ന് പറഞ്ഞാൽ സോളിറ്ററി ആനിമലാണ്. ഓക്കെ, ഫീമെയിലാണ്. ബുള്ളിൻ്റെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫൈറ്റ് കൂടെ ഉണ്ടാവുന്ന സെലക്ഷൻ പ്രോസസ്സാണ് ബെസ്റ്റ് ബുൾസ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടായിട്ട് തന്നെ എവല്യൂഷണറി സ്റ്റാൻഡ് പോയിന്റിൽ കാണും. ഇത് വേറെ ടെക്സ്റ്റ് ബുക്സിൽ കാണില്ല, എവല്യൂഷണറി സ്റ്റാൻഡ് പോയിന്റിൽ തന്നെ കാണും. ഓക്കെ, ഇവിടെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് വരുന്നത്. അല്ലാതെ മറ്റേ എന്താ ഒരുമിച്ച് ഫാമിലി പോവോ മാർക്കറ്റിൽ പോവോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല, വീട് വെക്കോ അങ്ങനത്തെ സെറ്റിൽമെൻ്റ് ഒന്നുമില്ല. സെക്സ് കഴിഞ്ഞു, ഫീമെയിൽ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ മെയിൽ കഴിഞ്ഞു, മെയിൽ പോയി. ദ റെസ്റ്റ് ഇസ് ഹെർ ജോബ്. ഇതിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഫീമെയിലിൻ്റെ ഹേർഡിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ല, എല്ലാ ആനിമൽ കിങ്ഡത്തിലും ഇല്ല. അത് സെക്ഷൽ സെലക്ഷൻ 3 രീതിയിലുണ്ട്. ഒന്ന്, ചിലത് ഈക്വൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടാവും. ഫോക്സിലൊക്കെ ഈക്വൽ പാർട്ട്ണർഷിപ്പാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബോത്ത് ഹാവ് ദ റോൾ. അവർ ഫീമെയിൽ പ്രസവിക്കുമെങ്കിലും രണ്ടുപേരും കൂടെ കുഞ്ഞിനെ നോക്കുന്നു, വളർത്തുന്നു. പലപ്പോഴും ആ സ്പീഷീസ് ഒരു ഫീമെയിൽ ഡെത്ത് ആയി കഴിഞ്ഞാൽ ലോൺലി ആയിട്ട് തന്നെ നിൽക്കുന്ന ചില കേസുകളുണ്ട്. ഓക്കെ, ദെൻ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ മെയിൽ സെലക്ഷൻ എന്ന് പറയും. ചില കേസിൽ ഫീമെയിൽ, ഇപ്പോൾ ബേർഡ് ഉണ്ട്, ഫോഗോട്ട് ബേർഡ്, കൂട്ട് സ്പീഷീസ് സംതിങ്, മെയ്റ്റിങ് കഴിയുന്നു, ഫീമെയിൽ പോകുന്നു, ഫീമെയിൽ മുട്ടയിടുന്നു, ഫീമെയിൽ പോകുന്നു. ഓക്കെ, ഷീസ് എ ഗുഡ് ബൈ. ഓക്കെ, ദെൻ മെയിൽ അടയിരിക്കുന്നു, കുഞ്ഞിനെ വളർത്തുന്നു, പുറത്തു കൊണ്ടുവരും. മെയിലിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ഇറ്റ്സ് കോൾഡ് മെയിൽ സെലക്ഷൻ. ഫീമെയിൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൽ മെയ്റ്റ് ചെയ്യുന്നു, ഫീമെയിൽ സെലക്ട് ചെയ്യുന്നു, അവളുടെ റെസ്പോൺസിബിലിറ്റി. ഇത് ഏറ്റവും രസകരമായിട്ട് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ഇതാണ്. എങ്ങനെ, അപ്പോൾ നമ്മൾ ചോദിക്കും എങ്ങനെയാണ് ഫീമെയിൽ ഏറ്റവും നല്ല ബുള്ളിനെ സെലക്ട് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ? അപ്പോൾ പല ഇത് വെച്ചിട്ടുണ്ടോ. ഒന്ന് പറഞ്ഞാൽ ബോഡി സൈസ്, ഹ്യൂജ് ബോഡി സൈസ്, തലക്കനം, നമ്മൾ ഈ പറയുന്ന ഈ സൗന്ദര്യ ലക്ഷണങ്ങളെല്ലാം പറയുന്ന അത്, വീണ്ടി ടസ്ക്. ഓക്കെ, ഇതിൽ കൊമ്പ് ഒരു ഇതായിട്ട് ഹൈപ്പോത്തസിസ് ആണ്, സുകുമാരൊക്കെ ഒരു ഹൈപ്പോത്തസിസ് ആണ്. പക്ഷെ ഇതിന് ഉപോത്ബലകമായിട്ട് പറയുന്ന ഒരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡിക്യാപ്പ് ഹൈപ്പോത്തസിസ് എന്ന് പറയും. ഹാൻഡിക്യാപ്പ്. ഓക്കെ, അത് ഹാമിൽട്ടൺ സൂക്ക് എന്ന് പറഞ്ഞ 2 സയൻറ്റിസ്റ്റുകൾ ഉണ്ടാക്കിയ ഒരു കൺസെപ്റ്റാണ്. സെക്ഷൽ സെലക്ഷൻ്റെ ഒരു ഭാഗമാണ് ഹാൻഡിക്യാപ്പ്. ഇത് ഹൈപ്പോത്തസിസ് വളരെ സിമ്പിളായിട്ട് പറയുകയാണ്. ഇമാജിൻ മയിൽ, ഓക്കെ, അറിയാലോ, ഫീമെയിൽ എന്ന് പറഞ്ഞാൽ വലിയ ഭംഗിയൊന്നുമില്ല, വാലൊന്നുമില്ല. മെയിൽ നോക്കുക, വലിയ വിശറിവുള്ള വാലുണ്ട്. അപ്പോൾ അവൻ മെയ്റ്റിംഗ് സമയത്ത് ഇത് കംപ്ലീറ്റ് വിശറി വെക്കുന്നു, കാണിക്കുന്നു, ഫീമെയിൽ നോക്കൂ, സി ഐ ആം ബ്യൂട്ടിഫുൾ. അപ്പം ഫീമെയിൽ ഇത് കണ്ടിട്ട് അട്രാക്റ്റഡ് ആവുന്നു. പക്ഷെ ഇതിൽ വേറെ വശമുണ്ട്. ഈ വലിയ ഫാൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവാണ്. ഒരു ടൈഗറിന് എപ്പോൾ വേണേൽ സ്റ്റെപ്പ് ഓൺ ചെയ്യാം, ടേക്ക് ഓഫ് ചെയ്യാൻ ടൈം എടുക്കും. വലിയ മാലുള്ളതിന് ടേക്ക് ഓഫ് ചെയ്യാൻ ടൈം എടുക്കും, പറക്കാൻ സമയം എടുക്കും. ഈസി ആയിട്ട് പ്രിഡേറ്റഡ് ആവും. വാളിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച്, ഫീമെയിലിനെ അട്രാക്ട് ചെയ്യുന്നതനുസരിച്ച് ഈവൻ റിസ്കിൽ വരിക ചെയ്തു. അപ്പോൾ ഇത് കാണിക്കുന്നവിടെ, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഹാമിൽട്ടൺ സൂക്കിൻ്റെ ഹാൻഡിക്യാപ്പ് ഹൈപ്പോസിസ് പറയുന്നത്. ഇത് പറയാണ്, സി ഐ ഹാവ് ദിസ് ഹാൻഡിക്യാപ്പ് ബട്ട് സ്റ്റിൽ ഐ എം സർവൈവിങ് ബിക്കോസ് മൈ എബിലിറ്റി, മൈ ജീൻസ് ആർ പെർഫെക്റ്റ്. ഓക്കെ, ഇതാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറായിട്ട് പറയപ്പെടുന്നത്. ഇതുകൊണ്ടാണ് സെലക്ഷൻ വരുന്നത്. സോ കമ്മിങ് ടു ദ പോയിന്റ്, ഇതാണ് ആക്ച്വലി നടക്കുന്ന സെലക്ഷൻ പ്രോസസ്സ്. അപ്പോൾ ഇതിപ്പോൾ ഫീമെയിൽ ആണ് ഇതിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് മെയിൽസിൻ്റെ കേസിൽ അപ്പം അങ്ങനെ ഒരു ഫാമിലി ബോണ്ട് ഇല്ല. ഓക്കെ, റൈറ്റ്. മസ്തിന്റെ കാര്യത്തിൽ ഒരു സംശയം കൂടെ, മസ്ത് എലിഫൻസിന് മാത്രമുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ല. മാനുകൾക്കുണ്ട്. റട്ട് എന്ന് പറയും, മാനുകൾ. ഇവിടെ ഒരു ഗ്ലാൻഡ് ഉണ്ടാവും, സാമ്പഡിയറിനൊക്കെ. ഓക്കെ, ആ സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് കരയും, ഹൂട്ടിങ് സൗണ്ട് ഉണ്ടാക്കും. ഓക്കെ, ഹോർമോണൽ ഇതുണ്ടാവും. ഈ മെയിൽ തമ്മിൽ ഫൈറ്റ് ചെയ്യും, ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യും. മാനുകൾ കൊമ്പ് കുലുക്കി, ചിലപ്പോൾ കൊമ്പ് ലോക്ക് ചെയ്ത് പോകും ഇതുകൾ. അങ്ങനെ ഇൻഫൈറ്റ് ഉണ്ടാവും.
റെഡ് സീസൺ, മെയിൽ ടു മെയിൽ കോമ്പറ്റീഷൻ വരുന്നു, അയാൾ ഇതാവുന്നു, സക്സസ്ഫുൾ ആവുന്നു, വരുന്നു. അപ്പം എസ്പെഷ്യലി ഈ സെലക്ഷൻ പ്രോസസ്സിൽ, അതായത് ഫീമെയിൽ സെലക്ഷൻ പ്രോസസ്സിൽ പലപ്പോഴും ഈ പ്രോസസ്സ് കാണും. ഓക്കെ, നമുക്കിനി കോൺഫ്ലിക്റ്റിലേക്ക് തിരിച്ചു വരാം. കോൺഫ്ലിക്റ്റിലേക്ക് തിരിച്ചു വരാം. കാരണം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായി ഇത് ഒന്ന് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. പിന്നെ നാട്ടിലിറങ്ങുന്ന ഒരു പ്രവണത ഭയങ്കരമായി കൂടുന്നുമുണ്ട്. അതിന് ഒരുപക്ഷെ താങ്കൾ ഈ പറഞ്ഞ റീസൺ ഉണ്ടാകും. കാരണം പലപ്പോഴും ഫ്രാഗ്മെന്റേഷൻ കൊണ്ടായിരിക്കും. പക്ഷെ കൂടുതലായി മനുഷ്യരെ ആക്രമിക്കുക, മുൻപ് മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ നമ്പർ ഓഫ് ഇൻസിഡൻസ് കൂടുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്നത് കൂടുന്നുണ്ട്. യെസ്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ തന്നെ കോൺഫ്ലിക്റ്റ് പ്രൊഫൈൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് റീസൺ നമ്മൾ ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന്, ചില ആനിമൽസ് അതിൻ്റെ എക്കോളജിക്കലായിട്ട് തന്നെ കോൺഫ്ലിക്റ്റ് ആനിമൽസാണ്. നമ്മളതിന് എഡ്ജ് സ്പീഷീസ് എന്ന് പറയും. അപ്പോൾ ആലോചിക്കുക, ഒരു കാട് ആലോചിക്കുക. നമ്മൾ മിക്കതും എവർഗ്രീൻ ഫോറസ്റ്റാണ് സെൻറ്റേർഡ് ആയിട്ട് നിൽക്കുന്നത്. ഒരു കാടിന് ഒരു കോർ ഉണ്ടാവും. ഓക്കെ, അതൊരു നല്ലൊരു ഫോറസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഇതിങ്ങനെ വന്നിട്ട് ഒരു എഡ്ജിലേക്ക് വരും. എഡ്ജിലാണ് പലപ്പോഴും നമ്മൾ മനുഷ്യന്മാരെ കൃഷിയോ ഒക്കെ ഉണ്ടാവുക. ഈ എഡ്ജിൽ ഏറ്റവും ഫലഭൂയിഷ്ടമായിരിക്കും. ഓക്കെ, കാടിനകത്ത് പലപ്പോഴും ആനിമൽസിന് തിക്ക് ഫോറസ്റ്റിൽ ശരിക്കും ആനിമൽസിൻ്റെ ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെർബിവോഴ്സിനെ കാണാം. അത്ര ഹെർബിവോഴ്സിന് നിങ്ങൾക്ക് പെരിയാർ ടൈഗർ റിസർവിൽ കാണാൻ പറ്റില്ല. കാരണം പെരിയാർ ടൈഗർ തിക്ക് എവർഗ്രീൻ ഫോറസ്റ്റാണ്. അതായത് വയനാട് എന്ന് പറഞ്ഞാൽ മോയിസ് ഡെസിഡുവസ്, ഡ്രൈ ഡെസിഡുവസ് അവിടെയാണ്. അവിടെ കൂടുതൽ ആനിമലിനെ ഇത് ചെയ്യാൻ പറ്റും. അതിങ്ങനെ എഡ്ജിലേക്ക് വരുമ്പോൾ ചില സ്പീഷീസ് ഈ എഡ്ജ് താല്പര്യപ്പെടുന്ന സ്പീഷീസാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സ്പോട്ടഡ് ഡിയർ എഡ് സ്പീഷീസാണ്. ഓക്കെ, ഇത് നമ്മൾ പുള്ളിമാൻ എന്ന് പറയുന്ന സംഭവം. എലഫൻസ് ഒരു പരിധിവരെ എഡ് സ്പീഷീസാണ്. അവിടെ നിന്ന് ലഷ് ഗ്രോത്ത് ഉണ്ടാവും. കാരണം നല്ല മരങ്ങൾ കുറവായിരിക്കും, ന്യൂട്രിയൻസ് ഉണ്ടാവും, ഭയങ്കരമായിട്ട് ഷബ്സും അത് പൊതുവെ അത്രയും ഇതുണ്ടാവില്ല. നിങ്ങൾ എവർഗ്രീൻ ഫോറസ്റ്റ് പോയി കഴിഞ്ഞാൽ അണ്ടർ ഗ്രോത്ത് വളരെ കുറവായിരിക്കും. കാരണം ഇത് കംപ്ലീറ്റ് കനോപ്പി കവർ ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല. മാത്രമല്ല ഇതിൻ്റെ സീപ്പേജ് എല്ലാം വന്നു കഴിഞ്ഞാലും ഭയങ്കരമായിട്ട്, എസ്പെഷ്യലി C4 പ്ലാന്റ്സ് ഭയങ്കരമായിട്ട് വളരും. അവിടേക്ക് പ്രിഫർ ചെയ്യുന്ന ആനിമൽസ് ഉണ്ട്. ഇത് നാച്ചുറലായിട്ട് ഇവർ ആ ഏരിയയാണ് ഒക്യുപ്പൈ ചെയ്യുക. അതിന് തൊട്ടടുത്താണ് എന്താ കൃഷി നടക്കുക. ഓക്കെ, ആ കൃഷി നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? പെട്ടെന്ന് ഇത് കൃഷിയിലേക്ക് അട്രാക്റ്റഡ് ആവും.